ഹേ ഗായ്സ്, എല്ലാവർക്കും വെൽക്കം ബാക്ക്. ഗൈസ്, ഓട്ടോമൊബൈൽ ഇൻഡസ്ട്രിയിൽ ദിനം പ്രതി ധാരാളം മാറ്റങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയ മാറ്റം എന്ന് പറയുന്നത് കൺവേർട്ടിങ് ഫ്രം ഇൻറ്റേർണൽ കമ്പസ്റ്റൻ എൻജിൻസ് ടു ഇലക്ട്രിക് കാർസാണ്. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ എനിക്ക് നിങ്ങളോട് ചോദിക്കാനുള്ള ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഫെറാറി വേഴ്സസ് ലാംബോർഗിനി വേഴ്സസ് മെക്ലാരൻ, വിച്ച് ഈസ് ബെറ്റർ? എല്ലാവരും ഓൾമോസ്റ്റ് എല്ലാ കാർ ലവേഴ്സും ഈ മൂന്ന് കാർസിൽ ഏതെങ്കിലും ഒന്നിൻ്റെ ഫേമസ് ആയിരിക്കും. എന്തിനു പറയുന്നു, ഈ കേൾക്കുന്ന നിങ്ങൾ പോലും ഈ മൂന്ന് കാറുകളിൽ ഏതെങ്കിലും ഒരു കാർ ബ്രാൻഡിൻ്റെ ഹൈ ഫാൻ ആയിരിക്കും. സോ നമ്മൾ ഇന്ന് ഈ മൂന്ന് കാറിനെ ഒന്ന് ടോപ്പ് പ്രയോറിറ്റി ചെയ്തിട്ട് ഏതാണ് ഏറ്റവും ബെസ്റ്റ് എന്ന് നമ്മൾ കാറ്റഗറൈസ് ചെയ്യാൻ പോവുകയാണ്. അതിന് തന്നെ നമുക്ക് ഫെറാറിയുടെ കാര്യം പറയാം. ഫെറാറി ഒരു ഇറ്റാലിയൻ ബ്രാൻഡാണ്. ആദ്യം അവർ ഓൺ ചെയ്തത് FCA ആണ്, ഫിയറ്റ് ക്രൈസ്ലർ ഓട്ടോമൊബൈൽസ്. അത് ഫിയറ്റിൻ്റെ അണ്ടറിലുള്ള ഒരു ഇറ്റാലിയൻ കമ്പനി തന്നെയാണ്. ദേ ആർ ദ വൺ ഓഫ് ദ ബിഗ്ഗസ്റ്റ് റേസിംഗ് ടീം. ഫോർമുല 1 വൺ ഓഫ് ദ സെക്കൻഡ് ബിഗ്ഗസ്റ്റ് റേസിംഗ് ടീമാണ് അവരെന്ന് പറയുന്നത്. ആൻഡ് ഫെറാറി എപ്പോഴും അവരുടെ ആ ഒരു സ്റ്റൈൽ ആൻഡ് പവർ ആൻഡ് പെർഫോമൻസിൽ അറിയപ്പെടുന്ന ഒരു ബ്രാൻഡാണ്. അവരുടെ ഫേമസ് കാർസ് എന്ന് പറയുന്നത് ലാ ഫെറാറി 812 സൂപ്പർ ഫാസ്റ്റ്, അതുപോലെ SF90 ആണ്. ലാംബോർഗിനിയുടെ കാര്യം പറയുകയാണെങ്കിൽ ലാംബോർഗിനിയും ഒരു ഇറ്റാലിയൻ ബ്രാൻഡാണ്. ഫെറാറിയും ലാംബോർഗിനിയും തമ്മിലുള്ള കഥ നമ്മൾ ഓൾറെഡി കേട്ടിട്ടുള്ളത് തന്നെയാണ്. ആൻഡ് അവർ ഓൺ ചെയ്യുന്നത് വോക്സ് വാഗൺ ഗ്രൂപ്പാണ്. ആൻഡ് ലാംബോർഗിനി എപ്പോഴും അവരുടെ അഗ്രസീവായിട്ടുള്ള ഡിസൈൻസ്, ആ ഒരു ഷാർപ്പായിട്ടുള്ള ഡിസൈൻസ്, അഗ്രസീവായിട്ടുള്ള ഡിസൈൻസിൽ അറിയപ്പെടുന്ന ഒരു കാറാണ്. അറ്റ് ദ സെയിം ടൈം അവരുടെ നാച്ചുറലി ആസ്പിറേറ്റഡ് V12 എൻജിൻസ് വളരെയധികം ഫേമസ് ആണ്. അവരുടെ ഫേമസ് കാർസ് എന്ന് പറയുന്നത് അവൻറ്റഡോറും ഹുറക്കാനുമാണ്. മെക്ലാറിൻ്റെ കേസിൽ പറയുകയാണെങ്കിൽ മെക്ലാരൻ ഒരു ബ്രിട്ടീഷ് കമ്പനിയാണ്. അവർ കൂടുതലും മോഡേൺനെസ് ഫോക്കസ് ചെയ്യുന്ന ബ്രാൻഡാണ്. കുറച്ചുകൂടെ ഫ്യൂച്ചറിസ്റ്റിക് ഡിസൈൻസ് ഫോക്കസ് ചെയ്യുന്ന ബ്രാൻഡാണ്. ഫുള്ളി എയറോഡൈനാമിക്സ് ആണ് അവരുടെ കാർസ് എന്ന് പറയുന്നത്. അവരും F1 ഒരു ടോപ്പ് ലിസ്റ്റിൽ തന്നെ നിൽക്കുന്ന ഒരു F1 ടീമാണ്. അവരുടെ ഫേമസ് കാർ എന്ന് പറയുന്നത് മെക്ലാരൻ P1, അതുപോലെ മെക്ലാരൻ 720S ആണ്. ഇനി നമ്മൾ ഡിസൈൻ ആൻഡ് സ്റ്റൈലിൽ ഇവരെ സ്പെസിഫൈ ചെയ്യുന്ന സമയത്ത് ഫെറാറിയുടെ കാർസ് എപ്പോഴും എലഗൻ്റ് ആയിരിക്കും. ദാറ്റ് മീൻസ് പഴയ കാറുകൾ എടുത്താലും ഫെറാറിയുടെ പുതിയ കാറുകൾ എടുത്താലും അവരുടെ ആ ഒരു എലഗൻസ് എപ്പോഴും അവർ കീപ്പ് ചെയ്യും. ആൻഡ് അവർ കൂടുതലും ക്ലാസ്സിയാണ്. അവർ എപ്പോഴും ആ ഒരു ചേഞ്ചിങ് ആയിട്ടുള്ള മോഡേൺനെസ് അവരെപ്പോഴും കീപ്പ് ചെയ്യത്തില്ല. അവരെപ്പോഴും അവരുടെ കാർസ് കുറച്ചുകൂടെ ക്ലാസി ആയിട്ടാണ് കീപ്പ് ചെയ്യുന്നത്. ലാംബോർഗിനിയുടെ കേസിൽ നോക്കുവാണെങ്കിൽ ലാംബോർഗിനി കുറച്ചുകൂടെ അഗ്രസീവ്നെസ് ആണ്. ലാംബോർഗിനി കുറച്ചുകൂടെ ഷാർപ്പായുള്ള ഡിസൈൻസാണ് അവർ ഫോക്കസ് ചെയ്യുന്നത്. ഇനി മെക്ലാറിൻ്റെ കേസിൽ നോക്കുവാണെങ്കിൽ മെക്ലാരൻ കൂടുതലും എയറോഡൈനാമിക്സ് ആയിട്ടുള്ള ഡിസൈൻസ്, ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടുള്ള ഡിസൈൻസ്, മോഡേൺ ആയിട്ടുള്ള ഒരു ബ്രാൻഡാണ് മെക്ലാരൻ എന്ന് പറയാൻ പറ്റും. അതേപോലെ തന്നെ അവർ കൂടുതലും ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടുള്ള ഡിസൈൻസാണ് ഫോക്കസ് ചെയ്യുന്നത്. ആൻഡ് മെയിൻലി എയറോഡൈനാമിക്സ് ഫോക്കസ് ചെയ്തിട്ടുള്ളത്. ഇനി നമ്മൾ പെർഫോമൻസിൻ്റെ കാറ്റഗറി വെച്ച് നോക്കുവാണെങ്കിൽ ഫെറാറി അവരുടെ റോ പവർ ആൻഡ് പെർഫോമൻസിൽ അറിയപ്പെടുന്ന ഒരു ബ്രാൻഡാണ്. അവരുടെ പവർഫുൾ V8 ആൻഡ് V12 എൻജിൻസ് ഫുള്ളി ആ ഒരു റേസിംഗ് മനോഭാവമുള്ള വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം ഫെറാറി ഒരു വൻ ചോയ്സ് തന്നെയായിരിക്കും. ഇനി ലാംബോർഗിനിയുടെ കാര്യം നോക്കുവാണെങ്കിൽ ലാംബോർഗിനിയുടെ ബ്രൂട്ടൽ ആക്സലറേഷനാണ് വളരെ ഫേമസ് ആയിട്ടുള്ളത്. ഇനീഷ്യൽ ടോർക്ക് ലാംബോർഗിനിക്ക് വളരെയധികം കൂടുതലാണ്. അതുകൊണ്ട് തന്നെ ആ ഒരു ഹെവി സൗണ്ടും ലാംബോർഗിനിക്ക് വളരെയധികം കൂടുതലാണ്. ലൗഡർ എൻജിൻസാണ് ലാംബോർഗിനിയുടെ മെയിൻലി എന്ന് പറയാൻ പറ്റും. മെക്ലാറിൻ്റെ കേസിൽ നോക്കുകയാണെങ്കിൽ മെക്ലാരൻ കൂടുതൽ ലൈറ്റ് വെയ്റ്റ് ആയിട്ട് കാർസ് മാനുഫാക്ചർ ചെയ്യുന്നൊരു ബ്രാൻഡാണ്. അവരുടെ ഓൾമോസ്റ്റ് ഓൾ സൂപ്പർ കാർസും വളരെയധികം ലൈറ്റ് വെയ്റ്റ് ആണ് വെൻ കമ്പയറിങ് വിത്ത് ദ കോമ്പറ്റീറ്റേഴ്സ്. പിന്നെ നല്ല പെർഫോമൻസ് തരുന്നൊരു ബ്രാൻഡ് തന്നെയാണ്. അതുപോലെ ഡ്രൈവ് ചെയ്യാൻ നല്ല ഡ്രൈവിംഗ് കംഫർട്ട് തരുന്ന ഒരു സൂപ്പർ കാറും മെക്ലാരൻ തന്നെയാണ്. സോ നമ്മളിവിടെ കൺക്ലൂഡ് ചെയ്യാണ്. നമ്മുടെ കൺക്ലൂഷൻ എന്ന് പറയുന്നത് നമുക്ക് ആ ഒരു പവർ, പെർഫോമൻസ്, ഹാൻഡ്ലിങ്, അതുപോലെ റേസിംഗ് പാഷനൊക്കെ ഉള്ള ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഫെറാറി തന്നെയാണ്. അതായത് ഒരു പ്രോപ്പർ സൂപ്പർ കാർ അല്ലെങ്കിൽ നല്ല പവർഫുൾ ആയിട്ടുള്ളൊരു സൂപ്പർ കാർ വേണം എന്നുള്ളൊരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ചൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ബ്രാൻഡ് ഫെറാറിയാണ്. ആൻഡ് ഇനി അതല്ല, നിങ്ങൾക്ക് കുറച്ചുകൂടെ സ്ട്രീറ്റ് പ്രസൻസാണ് വേണ്ടത്, അഗ്രസീവായിട്ടുള്ള ഡിസൈൻസ്, അതുപോലെ കുറച്ചുകൂടെ ലക്ഷൂറിയസ് ഇൻറ്റീരിയേഴ്സ്, അറ്റ് ദ സെയിം ടൈം നിങ്ങൾക്ക് നല്ലൊരു സ്ട്രീറ്റ് പ്രസൻസ് വേണമെങ്കിൽ നിങ്ങൾക്ക് ലാംബോർഗിനി ചൂസ് ചെയ്യാം. അറ്റ് ദ സെയിം ടൈം നിങ്ങൾക്ക് ഫുള്ളി എയറോഡൈനാമിക്സ് ആയിട്ടുള്ള കുറച്ചുകൂടെ മോഡേൺ ഡിസൈൻസ് കീപ്പ് ചെയ്യുന്ന മോഡേണായി നിൽക്കുന്ന ഒരു കാറാണ് നിങ്ങൾക്ക് വേണ്ടതെങ്കിൽ നിങ്ങൾക്ക് മെക്ലാരൻ ചൂസ് ചെയ്യാം. സോ നിങ്ങളുടെ